ഹൈപ്പർ മാർക്കറ്റ് എന്താണ് അത്? ഗൂഗിളോടെ എന്താണ് പറയാനുള്ളതെന്ന് പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അയ്യോ, ഇത് ചേച്ചിയുടെ കയറി വന്നു. ചേച്ചിനോടല്ല, ഇത് വേറെ ആൾക്കാരോട് പറയണം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു വെരി മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ അച്ചീവ്മെന്റ്. ഹലോ, കോള് വരുന്നുണ്ട്. ആ, ഞാൻ ദേ കവാടത്തിൻ്റെ അവിടെ എത്തി. ഗുഡ് മോർണിംഗ്. രാവിലത്തെ വിശേഷങ്ങളാണ്. രാവിലെ ജിമ്മിൽ പോയി. ഇന്ന് ഹിറ സ്കൂളിലൊരു പരിപാടി ഉണ്ട്, നല്ല പാഠം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു പ്രോഗ്രാം ഉള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്ന് ഞാനാണ് ചീഫ് ഗസ്റ്റ്. വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ നാട്ടിലൊരു സ്കൂളിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കുന്നതിൽ. പിന്നെ എന്താ പറയുക, അവിടെ പോകണം. അതിന് മുമ്പ് ഇന്ന് വേറെന്താ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല. പോയി വരുന്ന വഴിക്ക് മുട്ട മേടിച്ചിട്ടുണ്ട്. ജിമ്മിന് പോണവരെ ദേശീയ ഭക്ഷണമാണല്ലോ മുട്ട. അപ്പോൾ നൗഷാക്കയുടെ കട, ഇത് വേറെ നൗഷാക്കുണ്ട്. മുട്ട നൗഷാക്കുണ്ട്, മീൻ നൗഷാക്കുണ്ട്. അപ്പോൾ മുട്ട മേടിച്ചിട്ടുണ്ട്. മുട്ട വില കൂടിയിട്ടുണ്ട്. ഈ ജിമ്മന്മാരെ ദേശീയ ഭക്ഷണമായ മുട്ടയ്ക്ക് വില കൂടിയതിൽ പ്രതിഷേധിച്ച് സമരം ഞങ്ങൾ പ്ലാൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട അവിടെ വണ്ടിയിൽ വെച്ചിട്ട് എടുക്കാൻ മറന്നു. എനിക്ക് അറിയുന്നൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ കുറച്ച് കാലം ഡയറ്റ് എടുത്ത ആളാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ആളാട്ടാ. നമ്മൾ ഈ ഡയറ്റ് എടുത്തിട്ട് നമ്മൾ വെയിറ്റൊക്കെ റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ മസിൽ ലോസും കൂടി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കണം. ഞാൻ വലിയ ട്രെയിനറായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെജിറ്റബിൾ സാലഡ്സ് കഴിക്കുക. ഇതൊക്കെ എല്ലാവരും പറയുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ അനുഭവത്തിലൂടെ പറയുന്നതാണ്, നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ഡയറ്റ് എടുക്കും, പക്ഷേ പ്രോട്ടീൻ തീരെ ശരീരത്തിലുണ്ടാവില്ല. അപ്പോൾ മുട്ട കഴിക്കുക, ചിക്കൻ കഴിക്കുക, പിന്നെ വർക്കൗട്ട് ചെയ്യുക, ജിമ്മിലൊക്കെ പോവുക. നമ്മുടെ ബോഡി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമ്മളെ തലയിൽ കയറി കഴിഞ്ഞാലല്ല പിന്നെ അടിപൊളിയായിരിക്കും. പിന്നൊക്കെ പഠിച്ചവൻ വിളിക്കുമ്പോൾ പോകണം, അതെല്ലാവരും പോകണം. പക്ഷെ എന്നാലും ഒരു പരിധി വരെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് മൊത്തം മോട്ടിവേഷൻ കയറി. അപ്പോൾ ഇനി അടുത്ത പരിപാടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആക്കട്ടെ. കുളിക്കണം, ഡ്രസ്സ് മാറണം, അത് കഴിഞ്ഞാൽ നേരെ ഹിറ. അപ്പോൾ സ്കൂളിലേക്കുള്ള യാത്രയാണ്. ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് താഴെയുള്ളൂ, ദൂരമുള്ളൂ. വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്കൂളിൽ ഒരു 5 വർഷം 6 വർഷത്തിനൊക്കെ മുമ്പ് ഞാൻ ആ സ്കൂളിലെ PTA മെമ്പറായിരുന്നു. എൻ്റെ മക്കളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഗസ്റ്റിന് എന്താ പറയുക, മെമൻറ്റോ മേടിക്കാനും ഗസ്റ്റിനെ കൊണ്ടുവരാനൊക്കെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതേ ഞാൻ തന്നെ ആ സ്കൂളിൽ ഗസ്റ്റായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. പിന്നെ ഹിറനെ സംബന്ധിച്ചിടത്തോളം ഒരു പുറത്തൊരു സ്കൂളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഇത്രയും ഒരുപാട് നാളുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു സ്ഥാപനം കൂടിയാണ്. അവിടുത്തെ ഷഫീഖ് സാറായാലും ജമാൽക്കായാലൊക്കെ സ്കൂളായിട്ടൊരു നല്ല റിലേഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുറത്തൊരു സ്കൂൾ എന്നുള്ളൊരു ഇതില്ല. ഞാനവിടെ പഠിച്ചിട്ടില്ലെങ്കിലും നമ്മളവിടെ പഠിച്ച പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ സ്കൂളിലേക്കുള്ള യാത്രയാണ്. ഇന്ന് ക്യാമറാമാനോനെ എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മുടെ മെയിൻ ആൾ ആദർശാണ്. ആദർശാണെങ്കിൽ കോഴിക്കോടാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനെ ഇന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ക്യാമറ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ നമ്മുടെ ചെളിങ്ങാട് ഒറ്റത്തയിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മളെ പിള്ളേർ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് പൊക്കി വണ്ടി കയറ്റിയിടാം. ഒറ്റത്തൈ സെൻറ്ററിൽ നിന്ന് ആരും കിട്ടില്ല. ഇനി വളവിലുണ്ടോ നോക്കട്ടെ ആരെങ്കിലും. ഇന്ന് തിങ്കളാഴ്ച ആയാരണേ എല്ലാവരും ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ നമ്മളെ പയ്യനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വേറെ ആരോടും പറഞ്ഞില്ല. അവന് ഒരു എമർജൻസി കേസ് വന്നപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതാണ് കഥ. റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് ഓരോ ദിവസം തോറും കേട്ടോ ആകെ പ്രശ്നമാണ്. റോഡ് ഈ നിലക്ക് പോയാലേ ഒന്നാമത് ഈ പള്ളിയിലൊക്കെ വരുന്ന കാരണന്മാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ പിന്നെ കുഴപ്പമില്ല, കുറച്ചങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതൊന്ന് വേഗം ഒന്ന് സ്പീഡാക്കണം നല്ല കേട്ടോ. കാര്യങ്ങൾ വായിക്കട്ടെ. ഇതാണ് ഭയങ്കര വെള്ളമാണ്. ആരും കിട്ടില്ല, എല്ലാവരും ഒരു പരിപാടിയായിട്ട് പോയേക്കണ്. പിന്നെ ഇപ്പോഴൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പിള്ളേരെ ആരെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഗിംബൽ കൈമാറുക എന്നുള്ളതാണ്. നോക്കാം, ചിലപ്പോൾ അതിൽ തന്നെ കഴിവുള്ള ഏതെങ്കിലും നല്ല പിള്ളേരുണ്ടാവും.
അവർക്ക് ഗിംബിൽ കൊടുത്തിട്ട് അവരോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ ഏറെക്കുറെ നമ്മൾ പണി നടക്കുന്ന വീടിൻ്റെ അവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഉള്ളൂ, സമയമാവുന്നുള്ളൂ, സമയമുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ നമ്മൾക്കൊരു ശീലമുണ്ടല്ലോ മലയാളികൾക്ക്, 11:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:45, 12 ആക്കുക. പക്ഷെ നമ്മളേതായാലും കറക്റ്റ് ടൈമിന് അവിടെ എത്തും. വീട് പണിയുന്നിടത്ത് പണിക്കാർ രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ശരി, നമ്മുടെ കൈപ്പൊങ്ങലം 12 ടു ചളിങ്ങാട് അമ്പലട ആ റോഡാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ അവിടെ, ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള റോഡ്, അത് നേരെ വരുന്നത് 12ലേക്കാണ്. മുമ്പ് ഹൈവേ വരുന്നതിനെക്കാട്ടിലും മുമ്പ് ഓപ്പോസിറ്റ് സൈഡ് പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള വഴിയായിരുന്നു. ഇപ്പോൾ കാളമുറിയിൽ പോയിട്ട് കറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് ആ റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ട്. അങ്ങനെ കാളമുറി സെൻറ്ററിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാളമുറി അടിപ്പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. കുറച്ച് കൺജസ്റ്റഡാണ് ഈ ഭാഗം. ഒന്നാമത് റോഡിൻ്റെ അവസ്ഥ ഒക്കെ പ്രശ്നമാണ്. നിഷാദിൻ്റെ DC ബ്രോസ് എടുക്കണം. ആ കിടക്കണാണ് പച്ചവണ്ടി. ഇതാണ് 12 കൈപ്പൊങ്ങലം 12 കാളമുറി ഹൈവേ. ഇത് പോണത് നമ്മുടെ എന്താ പറയുക, കോഴിക്കോട് സുഖമുണ്ട് ഇപ്പോൾ പോകാനൊക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ടാങ്കർ ലോറി മറിഞ്ഞിട്ട് ഡീസൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ച് ഡേഞ്ചറാണ് തോന്നുന്നുണ്ട്. എനിവേ നമ്മൾ യാത്ര തുടരാണ്. അടുത്ത കട്ടിങ്ങിലൂടെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും. സായ് സർവീസിൻ്റെ അപ്പുറത്തു നിന്നുള്ള റോഡ് ആണ് ഹീറോയിലേക്കുള്ളത്. ഞാൻ ഏകദേശം ഒരു 4-5 വർഷമായി ആ സ്കൂളിൽ പോയിട്ട്. എന്തായാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. യാത്ര തുടരട്ടെ. എന്നെ പഠിപ്പിച്ച മാഷാണിത് പണ്ട് ഓൾറെഡി. നമ്മൾ സായ് സർവീസിൻ്റെ അവിടെ എത്താറായി. സായ് സർവീസിൻ്റെ അവിടെ നിന്ന് കൂരിക്കുഴിക്കുള്ള റോഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ തിരിയാൻ പോണത്. എന്താ സായ് സർവീസ്. യെസ്, കൂരിക്കുഴി റോഡിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നു. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റും കൂടി സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാം. ഹൈപ്പർ മാർക്കറ്റ് എന്താണ്? അത് ഗൂഗിളോടെ തീർച്ചയായും എന്താണ് പറയാനുള്ളതെന്ന് പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. അയ്യോ, ഇത് ചേച്ചിയുടെ കയറി വന്ന്. ചേച്ചിനോടല്ല, ഇത് വേറെ ആൾക്കാരോട് പറയണം. പറയാനുള്ളത്, നമ്മുടെ മീഡിയ ടീമിലേക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ. ആദർശിൻ്റെ, നമ്മളെ മീഡിയ ടീം നോക്കുന്നത് ആദർശാണ്. അപ്പോൾ ആദർശിന് സപ്പോർട്ടീവായിട്ടുള്ള വീഡിയോ എഡിറ്റർ ജൂനിയർ, അതുപോലെ തന്നെ കോണ്ടൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ, ഈ ട്രാവലിംഗ് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ നമ്മളെ കൂടെ വന്ന് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള പിള്ളേരുണ്ടെങ്കിൽ, എൻട്രി ലെവൽ ഹൈ എഡിറ്റിംഗ് ആൾക്കാരില്ല, എൻട്രി ലെവലുള്ള ആളുകളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോട്ടാ. ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് ടു വീഡിയോ. ഏകദേശം സമയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി സ്കൂളിലേക്ക് പോവാം. അവിടെ ചെന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ കാണാം. കോള് വരുന്നുണ്ട്. ആ, ഞാൻ ദേ കവാടത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ എത്തി. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ പരിപാടി ചിലപ്പോൾ അവസാനിപ്പിക്കും. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. അപ്പോൾ സ്കൂളെത്തിയിട്ടുണ്ട്. സ്കൂളിലെ പരിപാടികൾ. നമ്മൾ ഷെഫീഖ് സാറ് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സ്കൂളിലെ കാര്യങ്ങളായിട്ട് നമ്മൾ പോകണം. കുറേ മാറ്റങ്ങളായി സ്കൂളിൽ.
ഹലോ. ഇന്റർവെല്ലായോ അപ്പോൾ? അതെ. ആ ആ. യെസ്, എന്താ വിശേഷം? തുടങ്ങാം. ഹലോ. Once again, I welcome each and every one of you to this wonderful occasion and wish the program a very success. Thank you and have a great day. Experience of how to handle this and in short areas we have to consider to put into a remarkable position. So, now is the time to inaugurate this academic year's program. Let us give a round of applause. First of all, thank you very much and congratulations for your achievement for മലയാള മനോരമ നല്ല പാഠം. വളരെ നന്നായിട്ട് ചിരിച്ചിരിക്കുന്ന ഈ ഒരു കുട്ടി ആളെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളെ ഇവരെല്ലാവരും നല്ല പാഠത്തിലുള്ള മെമ്പേഴ്സാണോ? ഓക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഹിറ സ്കൂളിലെ ഒരു ഗസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം വെൻ ഐ വാസ് വിത്ത് ഹിറ ഐ വാസ് എ PTA ട്രഷർ ദ ലാസ്റ്റ് 5 years ബിഫോർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു ഫീൽ എനിക്കില്ല. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരൻ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ മകള് നെയ്ല എന്ന് പറയുന്ന ഒരു കുട്ടി ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ +1 മകനും ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് അവരവിടെ ആയിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. അപ്പോൾ ഷെഫീഖ് സാറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഫാമിലി പോലെ ആയിരുന്നു. ഞാൻ ഇന്ന് വരുമ്പോൾ ഒരു ചെറിയ വ്ളോഗ് എടുത്തിട്ടാണ് വരുന്നത്. ആ വരുന്ന സമയത്ത് ഞാൻ ആ വ്ളോഗിൽ പറയുന്നൊരു കാര്യം, മുമ്പ് ഇതേപോലെ ഒരു പ്രോഗ്രാമിന് ഞാനും ഷെഫീഖ് സാറും കൂടിയിട്ട് ഗസ്റ്റിന് മെമൻറ്റോ മേടിക്കാനും അതുപോലെ തന്നെ ഗസ്റ്റിനെ കൊണ്ടുവരാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതേ സ്കൂളിലൊരു ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സന്തോഷം തോന്നുന്നൊരു കാര്യം. ഇതുപോലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് എല്ലാം ഇതിപ്പോൾ സ്കൂൾ സിലബസും വിട്ടിട്ടുള്ള വേറൊരു ആക്ടിവിറ്റി ആണല്ലോ. അപ്പോൾ ഇതുപോലുള്ള ആക്ടിവിറ്റീസിലൂടെ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇപ്പം മറ്റുള്ള കുട്ടികളിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റായിട്ട് ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നല്ല പാഠം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അസൈൻമെൻറ്റ്സ് മറ്റുള്ളവരെല്ലാവരും ചെയ്യുന്നതല്ലല്ലോ, ഇവർ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് എന്താ പറയുക എക്സ്ട്രാ അതുപോലെ തന്നെ കഴിവുകളൊക്കെ ഉള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ സ്കൂളിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഈ ഇരിക്കുന്ന നിങ്ങൾ നാളെ ആരായിത്തീരും അല്ലെങ്കിൽ എങ്ങനെ ആയിത്തീരുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ നല്ലോണം പഠിക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വരിക, നല്ലോണം പഠിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ സ്കൂളിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുക. നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളിനും കൂടിയിട്ടാണ് ആ ഒരു പേരുണ്ടാവുക. പറയാൻ പറ്റില്ല ഇതിൽ നാളെ ആരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടാവും, ആരൊക്കെ എൻജിനീയേഴ്സ് ഉണ്ടാവും, ഈവൻ നാളെ ആരൊക്കെ ആയിരിക്കും അത്ലറ്റ്സായിട്ട് മാറുക. നല്ല സ്പോർട്സിൽ കഴിവിട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. കാരണം നമ്മളെ ഹിറ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുട്ബോളായാലും അതുപോലെ തന്നെ വോളിബോളായാലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും മറ്റുള്ള കരിക്കുലത്തിലായാലും പഠനത്തിലായാലൊക്കെ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ളവരാണ്. ഇതുപോലുള്ള ആക്ടിവിറ്റീസിൽ ഇനിയും നല്ല പാഠം പോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ഹിറയ്ക്ക് ഏറ്റവും വലിയ പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. നാടിന് അഭിമാനമായിട്ട് നിങ്ങളും നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളും മാറട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഷെഫീഖ് സാറായാലും മാം ആയാലും മറ്റുള്ള ടീച്ചേഴ്സായാലും ഈവൻ PTA-യിലുള്ള ആളുകളായാലും നിങ്ങളുടെ പാരൻസ് ആയാലും ഇപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിടുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ ഇതിനകത്ത് അഭിമാനിക്കാനുള്ള നിമിഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പ്രിൻസിപ്പൽ, ചീഫ് ഗസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റർ, ഡിയർ സ്റ്റുഡൻറ്, നാളെയുടെ പൗരന്മാരാണ് അല്ലേ? സമൂഹത്തിനെ വളർത്തിയെടുക്കേണ്ട അല്ലെങ്കിൽ നാളെ എന്താണ് തീരണം എന്ന് തീരുമാനിക്കേണ്ട കുട്ടികളാണ് ഈ ഇരിക്കുന്നത്. സോ നല്ല പാഠം എന്ന പദ്ധതിയിലൂടെ നിങ്ങളെ കൊണ്ടാവട്ടെ.
ഈ പദ്ധതിയിൽ ജോലി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്ന നിങ്ങളെല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ അഭിനന്ദനം. പരിസര ബോധവും കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളൊരു സ്റ്റുഡൻറ്റ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഷുഗർ കട്ടാ ഞാൻ കഴിക്കാം. വാ 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 വാ. രാംചരൺ ഇങ്ങനെ ആയില്ലേ? രാംചരനെ വീട്ടിൽ പറയാറുണ്ട് രാംചരൻ്റെ കാര്യം. നഹിയാന് അവരൊരുമിച്ചുണ്ടായിരുന്നില്ല, പേരെന്താ? സജന. ആ അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കണോട്ടോ, ഇങ്ങോട്ട് നോക്കണേ. എന്താണെന്നറിയോ? ഓർമ്മണ്ടോ? ആ പിന്നെ എങ്ങനെ കിളി പോയ പോലെ തോന്നുന്നു. എന്നാണ് ആൾക്കാരൊന്നും അറിയാത്ത പോലെ. വിശേഷം? നല്ല വിശേഷം. ഒരാള് SNL, മോള് +1, മോനെ 7 മറ്റേ പീസിൽ. സ്കൂളിലുള്ള ഗിവ് അവേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷെഫീഖ് സാറിൻ്റെ അടുത്ത് നമ്മുടെ സാൻഡിസ്ക് തന്നിട്ടുള്ള 3 128 GB ഇത് കൊടുത്തിട്ടുണ്ട്. 1 സ്കൂളിനും 2 നമ്മളെ ഫോളോ ചെയ്യുന്ന പിള്ളേർക്കും. അപ്പോൾ കാണാം, പോട്ടെ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിയൊരു സെൽഫി ഒക്കെ എടുത്ത് സൗണ്ടൊക്കെ ഉണ്ടാക്കി. പക്ഷേ ആ സാധനം റെക്കോർഡായിട്ടുണ്ടായി. ഈ പിള്ളേരെന്ത് പറയാം, അവരോട് ഞാനിതൊക്കെ യൂട്യൂബിൽ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവർക്കത് വിഷമാവുക. പക്ഷെ ഞാൻ പിന്നെ ഗിവ് അവേ കൊടുക്കാമെന്ന് പറഞ്ഞൊരു സംഭവം അത് ഞാൻ നേരത്തെ സ്കൂളിൽ പോയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട, പഠിക്കുന്നുള്ളിൽ പഠിക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ അടുത്ത പരിപാടി കഴിഞ്ഞ് എനിക്ക് ഇനി എറണാകുളത്ത് പോകണം. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ 1-2 പരിപാടിയുണ്ട്. അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. വീണ്ടും കാണാം. സ്ട്രീറ്റ് ടോക്സ്.